മാഡം സാധനങ്ങൾ വാങ്ങാൻ വലിയൊരു ലിസ്റ്റ് തന്നിരിക്കുകയാണ്. വാ നമുക്ക് ഉടൻ തന്നെ തുടങ്ങാം. അല്ല ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? മാഡം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ആരെങ്കിലും ഒരാളെങ്കിലും സഹായിക്കണമെന്ന്. ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടനെ സഹായിക്കാൻ വേണ്ടിട്ട് ഞാനും കൂടാം. ഒരാളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ചേട്ടാ താങ്ക്സ് പറയുന്നത്? എന്റെ അമ്മച്ചി, സോറി ചേട്ടാ. എന്റെ അമ്മച്ചി, ഐ ആം റിയലി അയ്യോ സോറി. അയ്യോ വീണ്ടും സോറി ചേട്ടാ. വെറുതെ ദേഷ്യം കൂടി തലക്ക് ചൂട് പിടിപ്പിക്കണ്ട. വെള്ളം മോഷ്ടിച്ചതിന് ഈ അടി അവരുടെ വെള്ളം അവർക്ക് തന്നെ വിൽക്കാൻ നോക്കിയതിന്. ഇതാ പിടിച്ചോ.
പിന്നെ ഇതാ ഈ ഒരടി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചതിന്. അയ്യോ ഇതെന്തിനാ ഈ ഒരു എക്സ്ട്രാ അടി കൂടി തന്നത്? കവളത്തൊരു കൊതുകിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാ. അയ്യോ കണ്ണു നീർന്നേ, വെള്ളം തായോ. വീട്ടിലുള്ള വെള്ളമല്ല തീർന്നിരിക്കുക. എനിക്ക് എന്റെ മരുന്ന് പോലും ഇപ്പൊ ചവച്ചരച്ച് നിന്നേണ്ട അവസ്ഥയായി. അയ്യോ ചിലപ്പോ ഈ ഹണി വാട്ടർ ബിൽ അടയ്ക്കാൻ മറന്നു കാണും. എടാ ഞാൻ ചോദാറാണ്. ഇതാണ് ഹണി. കൂട്ടുകാരെ, വെള്ളം കിട്ടാൻ പുറത്തിറങ്ങണം. വാ പോവാ. എടാ പോപ്പട്ടെ, വേഗം ഈ തുണിയോട്ട് മോന്നുടക്കേ, അല്ലെങ്കിൽ ആൾ പറഞ്ഞ് വീണ്ടും എന്നെ തല്ലേണ്ടി വരും. അയ്യോ ഇനിയിപ്പോ എന്താണ് ചെയ്യുക? വെള്ളമില്ലാത്ത അവസ്ഥ ഭയങ്കരമാണ്. അവിടെ എന്താ ഇത്രയും വലിയൊരു ക്യൂ കാണുന്നേ? എന്തായാലും നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. ജനങ്ങളാണെങ്കിൽ വെള്ളം കൊണ്ട് കൈ കഴുകുന്നു. ഇപ്പൊ അതേ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നു. അതെ ചേട്ടാ, എന്റെ കാറിന്റെ ബുക്കും പേപ്പറും വെച്ചോ. എനിക്ക് വേണം ഒരു ബക്കറ്റ് വെള്ളം. അല്ല ഭായ്, കാർ കഴുകാൻ വിട്ടാ ഞാൻ വെള്ളം വാങ്ങിച്ചത് തന്നെ. കാറാണെങ്കിൽ തരുകയും ചെയ്തു. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യുക? എന്റെ ഭായ്, ആ കാർ അങ്ങ് തിരിച്ചു തന്നേക്ക്. അതെ, ഞങ്ങൾ വാങ്ങിച്ചതൊന്നും തിരിച്ചു കൊടുക്കാറില്ല. കിട്ടിയ ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ട് വേഗം സ്ഥലം വിടാൻ നോക്കാം. അതെ ചേട്ടന്മാരൊന്ന് ശ്രദ്ധിച്ചേ, 100 രൂപയുടെ ബോട്ടിലുണ്ട്. തികച്ചും ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാം. 100 രൂപയുടെ ബോട്ടിലാണ്. അല്ല, ഈ ബോട്ടിൽ കാലിയാണല്ലോ. അതിനത് 100 രൂപയുടെ പുതിയ ബോട്ടിലാനിയാ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 2000 രൂപ എക്സ്ട്രാ തരേണ്ടി വരും. എന്താ? എന്റെ അമ്മോ, വെള്ളത്തിന്റെ വില കേട്ടിട്ട് ഇപ്പോൾ എന്റെ കണ്ണിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. സോർദാറേ, നിന്റെ കണ്ണീര് വെച്ച് നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ല. വെള്ളം വാങ്ങിയാലേ കാര്യം നടക്കൂ. നമുക്ക് എങ്ങനെയെങ്കിലും ആ കയറി കയറി പിടിക്കണം. വേണ്ട വേണ്ട, അയ്യോ ഇയാളെ പിടിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും പണി ഉപയോഗിക്കണം. ഐഡിയ. എടാ പോകട്ടെ, ABCDയില് LMന് ശേഷം എന്താ വരുന്നേ? LMന് ശേഷം വരുന്നത് ഓ. കൂട്ടുകാരെ, എല്ലാവരും അവരുടെ സീറ്റ് ബെൽറ്റ് വേഗം ഇട്ടോ. ഇന്ധനം നിറച്ചു കഴിഞ്ഞു. ഇനി റോക്കറ്റ് പോകുന്നത് കണ്ടോ? അയ്യോ, യോമാരെങ്ങനെ എവിടെ എത്തിയത്? വണ്ടി നിർത്തും. ഇതെല്ലാം എന്റെയാണ്. താൻ കാരണം എനിക്ക് എന്തുമാത്രം മുളക് കഴിക്കേണ്ടി വന്നു അറിയോ? ആ തെറ്റിന് തനിക്കൊരു ശിക്ഷ തരും ഞാൻ. തയ്യാറാണോ? അയ്യോ, എന്നെ വെറുതെ വിടണേ. നോക്ക്, നിന്റെ കളികളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മര്യാദയ്ക്ക് കീഴടങ്ങ്. അതിന് നമ്മൾ എപ്പോഴാ കൊച്ചളിയെ കളിച്ചത്? നമ്മൾ ഇയാളെ ഫോളോ ചെയ്യായിരുന്നില്ലേ? വലിയ ഒന്നും ഇണ്ടാകും. അയ്യോ, നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഏത് സ്വിച്ചാണോ ഓണാക്കിയത്? അയ്യോ, അതെ, ഉള്ള തുണിയെല്ലാം കൂടെ കുത്തിക്കയറ്റി മെഷീൻ ഓവർലോഡായി. സംശയമുണ്ടോ? I
ജോലിക്കാരോട് നിങ്ങൾ എല്ലാവരും എന്ത് നന്നായിട്ടാ പെരുമാറുന്നത്. പിന്നെ 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 ഞങ്ങൾ നേരത്തെ താമസിച്ചിടത്തുണ്ടല്ലോ, അയൽവാസികൾ ഞങ്ങളെ കാണാനേ വരില്ലായിരുന്നു. അതിനെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് കാട്ടിലാണ്. അവിടെ ഞങ്ങൾക്ക് അയൽവാസികളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ 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 മാത്രമല്ല വളരെ നിശബ്ദമായിരുന്നു. പിന്നെ 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 മാത്രമല്ല വല്ലാതെ ഒറ്റപ്പെട്ടിരുന്നു. പിന്നെ 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 പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? ചായയാണോ കോഫിയാണോ അതോ പോകാനുള്ള ഓട്ടോറിക്ഷയാണോ? ഹണി, ഇത് നമ്മുടെ അതിഥികളാണ്. കാട്ടിലിവർ ഒറ്റയ്ക്കായിരുന്നു. വേറെന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? അത് പിന്നെ എന്റെ ഫോൺ കേടായി പോയി. അതിലാണെങ്കിൽ ആരെയും കിട്ടുന്നുമില്ല. താങ്കളുടെ ഫോൺ ഒന്ന് തരാമോ? കിട്ടിയോ താങ്കൾക്ക്? അതെ, ഒരു ഏറ് കിട്ടി. അടിപൊളി അടിപൊളി. അപ്പോൾ താങ്കൾക്ക് ഫോൺ കിട്ടുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അതെ പിള്ളേരെ, രാവിലെ ന്യൂസിൽ മഴയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? എന്റെ റേഷൻ മൊത്തം തീർന്നു. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ആഹാ, ഇന്നലെ ഞാൻ മൊബൈൽ കുത്തി വെച്ചിട്ടും ഇന്ന് നോക്കിയപ്പോ ബാറ്ററി ലോ. ഇവിടെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആഹാരം കിട്ടിയല്ലോ. അടി കൈ. അയ്യോ, നിങ്ങളെന്താ ഈ വീടൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത്? ഇടയ്ക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടൂടെ നിങ്ങൾക്ക്? എന്റെ അമ്മോ, ഇതിന് മാത്രം പാപമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സംശയമുണ്ടോ? പിന്നെ 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 പിന്നെന്തോന്ന് ഹെൽപ്പ് ചെയ്യണോന്ന്? പിന്നെ 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 സഹായിക്കണമെന്നാ പറഞ്ഞത്. പിന്നെ 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 എന്റെ പൊന്നോ, വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. അല്ല, എന്റെ ഭാരം വണ്ടിക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഭാരം ഇല്ലാണ്ടായത്? അയ്യോ, പോകുന്നു. ഹണി, നീ അയാളോട് സംസാരിക്ക്. ഹലോ ചേട്ടാ, ഹൗ ആർ യു? ഹൗ ഈസ് ലൈഫ് ഗോയിങ്? ഓൾ ഗുഡ്? അയ്യോ, നീ ഹണിയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ജോർദാറെ, നീ വണ്ടി ഓടിക്ക്. ദേ നോക്ക്, താൻ ആരാണെങ്കിലും ഇപ്പൊ തന്നെ തിരിച്ചുപോയി ആൾക്കാരുടെ സാധനങ്ങൾ തിരിച്ചു കൊടുക്ക്. ഞങ്ങൾ നാട്ടുകാരുടെ ക്ഷമ പരീക്ഷിക്കരുത്, പിന്നെ തന്റെ കാര്യം പോക്കാവും. അയ്യോ, ഇത് എന്റെ ആണല്ലോ. ഓടി വന്ന് കട്ടെടുത്ത് പോയിടും. വീട്ടിൽ നിന്ന് കൂടിടും, കൂട് വിട്ടു പോയിടും. പോത്ത് പോലെ പാഞ്ഞിടും, കട്ട് കൊണ്ട് പോയിടും. എടാ പെരുങ്കള്ള, ഞങ്ങളുടെ ഇടി കൊണ്ടതിന്റെ മുത്തശ്ശിയെ പോലും നിനക്ക് ഓർമ്മ വരും. പിന്നെ 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 നിങ്ങളെന്താ പെട്ടെന്ന് കയറി വന്നത്? ഞങ്ങൾ അതിഥികളല്ലേ, ഞങ്ങളുടെ വീടാണെന്ന് കരുതി തന്നെയാ വന്നേ. അയ്യോ, ഇവരുടെ വീടാകെ വൃത്തിയായിട്ട് കിടക്കുവാണല്ലോ. പേടിക്കണ്ട, ഞങ്ങൾ വൃത്തിയാക്കി തരാം. സത്യത്തിൽ നിങ്ങൾ എത്ര നല്ല അയൽവാസികളാണ്. ടിവിയും ലാപ്ടോപ്പും ഫോണും എല്ലാം വൃത്തികേടാണ്. ഇതെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുക്കാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, വാഷിംഗ് മെഷീനകത്ത് ഇടല്ലേ, വേണ്ട. പറ, ഇതും അങ്ങോട്ട് ഇടട്ടെ. നിങ്ങളുടെ ഈ ഫോണും വെള്ളത്തിലിട്ടാലേ നന്നായി വൃത്തിയായി കിട്ടും. അയ്യോ അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ആ മൊബൈൽ വെള്ളത്തിലേക്ക് ഇടല്ലേ. ഈ വീടിന്റെ ഡിസൈനും അത്ര പോരാ, ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. എന്തിനാ വെറുതെ ചോദിച്ച് സമയം കളയുന്നത്? നമ്മുടെ അതിഥികളാണല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ മേശ മാറ്റി നമുക്ക് ഇവിടെ ബെഡ് എടുത്തിടാം. അല്ലെങ്കിൽ ഇവിടുന്ന് ബെഡ് എടുത്ത് ആ അലമാര മാറ്റി നേരെ നിർത്തി വെക്കാം. പിന്നെ ഉറങ്ങിക്കൊണ്ട് നിൽക്കുവാണോ നിന്നുറങ്ങുവാണോ എന്നൊന്നും മനസ്സിലാവില്ല. ആകെ മൊത്തം നല്ല രസമായിരിക്കും. പറയുന്നേ, അങ്ങനെ ചെയ്യട്ടെ. അയ്യോ വേണ്ടേ, അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ. കൂട്ടുകാരെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആണോ? എന്നാ വേഗം വാ.
അയ്യോ, അതിഥികളായിട്ട് വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ? അതിഥികൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതിഥികൾക്ക് കുറച്ച് വിനയവും വിവേകവും അത്യാവശ്യമാണ്. അടിച്ചു പൊളച്ചു തിമിർത്തു. ഞാൻ ദിവസവും ഇങ്ങനെ കുളിച്ച് വൃത്തിയായിരിക്കണം. കാരണം ഇപ്പൊ പിക്ചർ വരെ ഡേർട്ടിയാണ്. സംശയമുണ്ടോ? അയ്യോ, ഇതെന്താ വെള്ളം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു തുള്ളി തുള്ളിയായി വീഴുന്നത്? അത് ശരി, വാൽ വളഞ്ഞു പോയതായിരിക്കും. പൂക്കൾക്ക് എപ്പോഴും വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. രാവിലെ കുറച്ച് ഹണിക്ക് കൊടുത്തു, ബാക്കി വെള്ളം നിങ്ങൾക്കാണ്. അല്ല, ഈ വെള്ളം എന്താ നിന്നു പോയത്? അല്ല, ഇതെന്താ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ലല്ലോ? എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. ഒരു കാര്യം ചെയ്യാം, ഈ ഓസിൽ നിന്ന് വെള്ളം വരുന്ന നോക്കാം. എടാ പണി, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇതിനകത്തൂടെ വെള്ളമാണ് വരേണ്ടത്. നിന്നോട് ആരാണ് വരെ പറഞ്ഞത്? എടാ ദ്വാർദാറെ, ഒരു പൈപ്പിന് വെള്ളമില്ല. അഥവാ കിട്ടുകയാണെങ്കിലും അകത്ത് നിന്നേ കിട്ടുള്ളൂ. വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. കൂട്ടുകാരെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വെറുതെ ഇങ്ങനെ ഇരുന്ന് ടി വി കണ്ട സമയം കളയാണ്. ഇന്ന് നിങ്ങൾക്ക് മൂന്നുപേർക്കും വേണ്ടിട്ട് ജോലി ചെയ്യാനായിട്ടാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അറിയോ? പറഞ്ഞോ, നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? വാവ് ഹണി, താങ്ക് യു. പക്ഷെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ഇപ്പോൾ ചെയ്യേണ്ടതില്ല. ഞാൻ പിന്നീട് പറഞ്ഞോളാം. എനിക്ക് വേഗം ഒരു ബ്രെഡ് എടുത്ത് ജാം പുരട്ടിക്കൊണ്ട് വാ. പിന്നെതാ ഹണിയുടെ ഷൂവും കൂടെ ഒന്ന് പോളിഷ് ചെയ്തേക്ക്. ആയിക്കോട്ടെ. ഹെ. ഏയ്. ആദ്യം എന്താ ബ്രെഡ് പോളിഷ് ചെയ്യണം. ഇനി അടുത്തത് എന്താ, രണ്ട് ചെരുപ്പിലും ജാം തേച്ച് വെക്കണം. എന്റെ ഹണി, നീ രണ്ട് കാര്യങ്ങളും കുഴച്ചു മറിച്ച് കളഞ്ഞല്ലോ. ഒന്നും പറഞ്ഞു മനസ്സിലാക്കണ്ട. ഇവന്റെ തലയിലെ വെറും വൈക്കോൽ തുണി. അല്ല, ഇവിടെ ആരെങ്കിലും വൈക്കോലിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? അയ്യോ, വൈക്കോൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അതുകൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വൈക്കോൽ കൊണ്ട് ടിഫിൻ, വൈകിട്ട് സ്നാക്സ്, പിന്നെ രാത്രി വൈക്കോൽ ബിരിയാണിയും. അതിന് ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും ഒന്നു തന്നെയല്ലേ? അതും രാവിലെ തന്നെ. അയ്യോ ക്ഷമിക്കണം, ദിവസവും ഇങ്ങനെ വൈക്കോൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബുദ്ധിയും ഇപ്പൊ വൈക്കോൽ പോലെ ആയിരിക്കുകയാണ്. അല്ല, നിങ്ങളൊക്കെ ആരാന്ന് പറഞ്ഞില്ല. പിന്നെ 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 ഇവിടെ എന്താ കാര്യം എന്ന് പറ. പിന്നെ 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 ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ? പിന്നെ 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 എന്തോന്നാ ഈ പിന്നെ 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 100 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇപ്പോഴും ഉത്തരം ഇങ്ങ് വന്നിട്ടില്ല. നിങ്ങളുടെ കരണക്കുറ്റി കിട്ടും തന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. എന്തായാലും ഇൻസ്പെക്ടർ പാണ്ഡെ അധികം ചോദ്യം ചോദിക്കാനുള്ള വഴിയില്ല. പോപ്പട്ടെ, നീ ഒന്ന് അടങ്ങ. അല്ല, നിങ്ങളൊക്കെ ആരാണ്? അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഞങ്ങൾ നിങ്ങളുടെ പുതിയ അയൽവാസികളാണ്. പിന്നെ 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 തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ വീട്. പിന്നെ 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 ഇന്നലെ വന്ന് വീട്ടിലോട്ട് കയറിയതേ ഉള്ളൂ. പിന്നെ 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 തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. ജീവനോടെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ബ്രേക്ക് കൊടുക്ക്. ഇങ്ങോട്ട് എന്തിനാ വന്നേന്ന് പറ. അത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാര കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറച്ച് ചായപ്പൊടി കൂടി കിട്ടോ? പിന്നെ 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 കുറച്ച് പാലും കൂടി കിട്ടോ? ഇതൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? ഇവിടെ നിന്ന് ചായ കുടിച്ചാ പോരെ? നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. ആഹാ, കൊള്ളാം. ആഹാ. ഈ കപ്പ് ഞാൻ തന്നെ കഴുകി വെച്ചോളാം. അത് വേണ്ട വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. ഈ കപ്പ് ഞാൻ കഴുകിക്കൊള്ളാം. എന്നാ ഈ കപ്പിന്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ കൂടി കഴുകാം. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതുവരെ വാട്ടർ കണക്ഷൻ വന്നിട്ടില്ല. പിന്നെ 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 നിങ്ങൾ ഏതായാലും കഴുകയല്ലേ, അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ കൂടി കഴുകിയാലെന്താ? ഓ
അയ്യോ പോത്ത സാറ് ദേ സാറിന്റെ ഉടുപ്പൊക്കെ വെള്ളം വീണ് ആകെ നനഞ്ഞു പോയല്ലോ. പിന്നെ 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 ഉടുപ്പ് മൊത്തം നനഞ്ഞെന്നാ ഞാൻ പറഞ്ഞേ. പിന്നെ 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 ദേഹത്താകെ വെള്ളമായെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ 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 ഓ നിങ്ങൾ കഴുകി കഴുകി എന്നെ കൂടെ ചേർത്താണല്ലോ കഴുകിയത്. ഇനിയിപ്പോ എന്റെ ഉടുപ്പും കൂടെ കഴുകേണ്ടി വരുമല്ലോ.